डोंट टेल मी आंटी भी देखते बोलेगी तू प्रेग्नेंट है। हाँ यार ये लोग आर पार देख सकते हैं क्या? हेलो गाइस, आप सबका स्वागत है आपके फेवरेट रिएक्शन चैनल में। और आज हम लेके आए ब्रो डैडी के पोस्ट इंटरवल सीन का रिएक्शन। तो हमने देखा किस तरीके से ब्रो डैडी में यहाँ पे इंटरवल सीन में क्या मजेदार चीज हुई है। जो इतने कूल डैड लग रहे थे वो थोड़े से अनकूल हो गए, और अब ऐसा हुआ उनको कि यार ये क्या हो गया भाई, मेरे बेटे ने बिना शादी किए, वो भी हमारे थोड़े राइवल टाइप ऑफ लोगों के साथ वहां पे उसने बच्चा कर लिया है। अभी उनके बच्चे की खबर भी है, वो भी बाहर आएगी, बहुत इंटरेस्ट होने वाला है सच में। और फिर भी कंपेयर टू, मतलब अभी पता नहीं हमको ऐना के घर पे क्या होगा, उसके कंपैरिजन में तो उनका रिएक्शन काफी चिल था। तो अब मैं ऐना के घर की फुटेज देखना चाहती हूँ। और ऐसा जो हो रहा है एक्चुअली, अगर खुद पे इमेजिन कर दो बहुत एम्बैरेसिंग फील होगा। तो देखेंगे क्या होता है। तो आप भी देखो, हम भी देखते हैं। लेट्स स्टार्ट। आई स्वेयर ऐसी बनी हुई चाय, ऐसे मतलब कॉफी जो भी है मैंने कभी नहीं पी, काढ़े में से ऐसे करके। ജോൺ പറയുന്നത് നേരെ ഇങ്ങോട്ട് വരാം. അപ്പൊ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു, എന്നെ കൊണ്ട് ഇങ്ങോട്ട് പോകുന്നു. ഞാൻ എത്ര വിളിച്ചതാ നിന്നെ. ഈശോ, ഞാൻ പറഞ്ഞതല്ലേ, രാത്രി മുഴുവൻ ഛർദിലായിരുന്നു. വെളുപ്പിനെ ഞാനൊന്ന് ഉറങ്ങിയത്, ഫോണൊന്നും ഞാൻ നോക്കിയില്ല. മിൽനെ ആ ഗए പറഞ്ഞിട്ടെന്താ, നീ അതുകൊണ്ട് കൊടുക്കാൻ നോക്കാം. ഞാനോ? പിന്നെ ഞാൻ കൊണ്ട് കൊടുക്കണം. വാ. चलो അങ്കിൾ, കോഫി. അപ്പൊ നിനക്ക് മനുഷ്യക്കോലത്തിൽ നടക്കാനും അറിയാം അല്ലേ? അല്ല, ആ ഫോട്ടോ ഒരു 2 വർഷം മുമ്പത്തെ. अब तुम्हारा सब पास्ट पता लग रहा है। सब बाहर आ गया। 2 साल से यही कर रहे हो। അപ്പൊ പൊറുതി തുടങ്ങിയിട്ട് കാലം കുറെ ആയി. പിന്നെ എന്നാ പറ്റി കാര്യങ്ങൾ ഇത്രയൊക്കെ താമസിച്ച? ഈടാ, ഞാൻ നിന്റെ അമ്മയെ കെട്ടിയിട്ട് 10-ാം മാസം അല്ലേ പറഞ്ഞു. चाय बेकार बनाती है वो, बहुत बेकार बनाती कॉफी है वो ऐसे। है। जो भी बनाती है बेकार ही बनाती है वो। ഇരിക്കെ. ഞാൻ നിന്നോളാം. നിന്നോടല്ല, മോളിരിക്കെ. വാ. अब അങ്കിൾ കോഫി കുടിക്കുന്നില്ലേ? അപ്പൊ എങ്ങനെ കാര്യങ്ങൾ? നമുക്കിത് എങ്ങനെ മുന്നോട്ട് നീക്കാം? മോളെ, എന്തായാലും നമുക്കിത് കുര്യനോട് പറയണ്ടേ? പറഞ്ഞാ കുര്യൻ ഇത് എങ്ങനെ എടുക്കുന്ന മോക്ക്? അത് അങ്കിളിന് അറിയാലോ അപ്പന്റെ സ്വഭാവം. ആ, പ്രശ്നമാണ്. പണ്ട് ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇവന്റെ ഇളയ പെങ്ങളെ ഏതോ കണ്ടക്ടർ തോണ്ടിയെന്നോ പിടിച്ചെന്നോ പറഞ്ഞ് ആ കോട്ടയം സ്റ്റാൻഡിൽ കയറി അവിടെയുള്ള മുഴുവൻ കണ്ടക്ടർമാരെ ഇടിച്ച് രക്തശാർദിപ്പിച്ചവനായവൻ. ओ गयो ആ, പ്രശ്നമാണ്. അല്ല, അപ്പം കുര്യനങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ഒന്ന് നൈസായിട്ട് ഈ കാര്യം കുര്യനങ്ങളിനോട്. ആ, നൈസായിട്ട് പറയാൻ പറ്റിയ കാര്യം. എടാ, ഞാൻ ഇങ്ങനെ നടക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലേ? രണ്ടാമത്തേനെ കൂടെ കണ്ടിട്ട് മുകളിലോട്ട് എടുത്താൽ മതിയെന്നുണ്ട്. അങ്കിൾ പറയാൻ മറന്നു, കൺഗ്രാറ്റ്സ്. कितना awkward है सब कुछ। क्यूटली स्माइल कर रहा है। പറയാന്ന് വെച്ചാല് നമ്മളിത് നേരെ അങ്ങോട്ട് പറഞ്ഞാലല്ലേ ഉള്ളൂ കുഴപ്പം. हाँ तो कैसे बताएंगे? ഞങ്ങൾ പെണ്ണ് ചോദിച്ച് മോളുടെ വീട്ടിലോട്ട് വരുന്നു. ओ शादी कर लो, हाँ यही होता है। आलिया रणबीर को ही देख അല്ല, വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലല്ലോ. അറിയാവുന്ന ഫാമിലി, ഒരേ സഭക്കാര്, പരസ്പരം അടുപ്പമുള്ളവർ. പിന്നെ ഞാനിങ്ങനെ ഒരു കാര്യം ചോദിച്ചാൽ കുര്യൻ തള്ളിക്കളയില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. മൂക്ക് എന്ത് തോന്നുന്നു? അല്ല അങ്കിൾ, അപ്പന് ഈശോ അത്രയ്ക്ക് സ്വാഭാവികം. स्वाभाविक। അപ്പനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. ഇവനെ ആർക്കാ പിടിക്കുന്നത്? കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട. മോൾ എന്താന്ന് വെച്ചാൽ പാക്ക് ചെയ്യും. അടുത്ത വണ്ടിക്ക് നാട്ടിൽ പോവാം. എന്നിട്ട് സൗകര്യപൂർവ്വം കുര്യനെ വിളിച്ച് കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾ പെണ്ണ് കാണാൻ വീട്ടിലോട്ട് വരാം. എന്നിട്ട് എത്ര പെട്ടെന്ന് കല്യാണം നടത്താം. ബാക്കിയൊക്കെ അപ്പം നോക്കാം. അയ്യോ അങ്കിൾ, വീട്ടിലേക്ക് ഞാനോ? അതന്നെ. അല്ല, ഞാനിപ്പോ എന്ത് കഴിച്ചാലും ഛർദിയൊക്കെയാണ്. ओ വീട്ടിൽ പോയാൽ ഡെഫിനറ്റ് ആയിട്ട് മമ്മി പൊക്കും. എന്ന് പറഞ്ഞാൽ എങ്ങനെ? हमारे घर चलो। ഒരു കാര്യം ചെയ്യും. ട്രെയിനിലാ വന്നത്. ട്രെയിനിൽ നിന്ന് വല്ല വടയോ ചായയോ കഴിച്ചിട്ട് വയറ്റി പിടിച്ചില്ലെന്ന് പറ. 1-2 ദിവസത്തേക്ക് ഇത് ഇന്ത്യൻ റെയിൽവേയുടെ തലേ. അപ്പോഴത്തേക്ക് ഞാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാക്കാം. अपने बेटे से बहुत गुस्सा है वो। കുറച്ച് ലോങ് ലീവ് കുറച്ച് നാൾ കഴിഞ്ഞു വരും. என்ன லாங் லீவு? ஏதாவது விசேஷம் இருக்கா? अरे अंकल എന്ത് വിശേഷം? അല്ല, വിശേഷം ഒന്നും இருக்கு.
காலையிலேயே ஒய்ஃப் சொன்னாலே அண்ணா முகத்தை பார்க்கும்போது சந்தேகமா இருக்குன்னு. भाई साहब எப்பவுமே அண்ணா வாழ்த்துக்கள் அண்ணா. ओ उनको लगा பார்த்து இது யாரு? உங்க அண்ணனா? एल्डर ब्रदर बापू है बापू. அப்பா 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 அப்பாவா? சார் ஐயோ தங்கமான பொண்ணு சார். கல்யாணம் ஆகி 3 வருஷம் ஆச்சே, இன்னும் குழந்தை பாக்கியம் இல்லையேன்னு நானும் என் ஒய்ஃபும் வேண்டாத தெய்வமே இல்லை. 3 years हो गया. இப்பதான் சார் எங்களுக்கு சந்தோஷமா இருக்கு. कब से रह रहे सब हो? खुल रहा है सब. 3 വർഷം. എടാ ശരിക്കും എത്ര വർഷമായടാ? 4. 4 4 साल. इतना बड़ा भाई। धोखा, ये तो हमें भी नहीं पता था. अच्छा उनको ऐसे कि ये लोग हस्बैंड वाइफ है इनको हाँ अंकल को. अब बेटी हो गई. फैमिली तो बोलो अच्छी है शायद। ना यार. എല്ലാം ശരിയാവും. ഞാനില്ലേ, ഞങ്ങളൊക്കെ ഇല്ലേ? ചെല്ല ചെല്ല. वाह, यही कंफर्ट चाहिए होता है. उसके लिए टैक्सी, इनके लिए मर्सिडीज. എനിക്ക് തോന്നുന്നു കാര്യങ്ങൾ പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോവും. ഞാൻ മിസ്റ്റർ കെ വിളിച്ച് ഇന്ന് തന്നെ കാണാം. എന്നിട്ട് നമ്മൾ പറഞ്ഞ പോലെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം. മിസ്റ്റർ കെ കുര്യൻ. ड्राइवर, तो ड्राइवर को पता है, ഓ ഓ तो ड्राइवर से छुपाने का है. ഹലോ, ഹലോ, ഇതെവിടെ ഉണ്ട്? ഞാൻ നമ്മുടെ സാമുവൽ ഡോക്ടറിന്റെ അടുത്താ. എന്താ ജോണേ? അല്ല, വൈകിട്ട് നമുക്കൊന്ന് കാണാൻ പറ്റുമോ? എവിടെ? ആ, നമുക്ക് ഹയത്തിൽ കാണാം. പിന്നെന്താ, വൈകിട്ട് കാണാം. ഞാൻ വിളിക്കാം. ബൈ. നമ്മുടെ ജോണാ, അപ്പൊ കുര്യ, ഞാൻ പറഞ്ഞു വന്നത് എന്നാന്ന് വെച്ചാൽ ഞാൻ മരുമോനോട് കാര്യങ്ങൾ സംസാരിച്ചു. ദ തിങ് ഈസ്, ഇതൊരു വലിയ പ്രോജക്റ്റാണ്. ഒറ്റയടിക്ക് കൊച്ചി, കാലിക്കറ്റ്, ചെന്നൈ, ഹൈദരാബാദ്, പൂനെ തുടങ്ങിയ 5 സ്ഥലങ്ങളിലാണ് പ്ലാൻ ऐसा ചെയ്യുന്നത്. क्या है? അപ്പൊ അവൻ എന്നാ പറയുന്നതെന്ന് വെച്ചാൽ ബോംബെയിലോ ബാംഗ്ലൂരിലുള്ള ഏതെങ്കിലും വലിയ ഏജൻസി ഏൽപ്പിക്കാവുന്നു. എന്റെ ഒറ്റ നിർബന്ധം കാരണമാ അവൻ ഇത്രയെങ്കിലും സമ്മതിച്ചത്. അപ്പൊ കുര്യനൊരു കോൺസെപ്റ്റ് പ്രസന്റ് ചെയ്യുക. കോൺസെപ്റ്റ് ഓക്കെ ആണെങ്കിൽ മാത്രം എടുക്കാവുന്ന അവന്റെ സ്റ്റാൻഡ്. മതി ഡോക്ടർ, നമുക്കൊരു ചാൻസ് തന്നാൽ മതി. ഏറ്റവും നല്ല കൺസെപ്റ്റ് തന്നെ നമ്മൾ പ്രസന്റ് ചെയ്യും. ഒരു കാര്യം കൂടിയുണ്ട്, ബോംബെയും ഡൽഹിയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള വലിയ ഏജൻസികളും കോൺസെപ്റ്റ് പ്രസന്റ് ചെയ്യും. തനിക്ക് കിട്ടിയില്ലെങ്കിൽ എന്നോട് വിഷമം തോന്നരുത്. ഒന്നും പേടിക്കണ്ട, നമ്മൾ നല്ല പടക്കം പോലത്തെ സാധനം കൊണ്ടുവരും. ശരി. सरी सरी सरी. ശരിയാ. Don't tell me, अब आंटी भी देखते बोलेगी तू प्रेग्नेंट है. हाँ यार ये लोग आर पर देख सकते हैं क्या? ഇതെല്ലാടി ഒന്ന് വിളിച്ചു പറയ പോലും ചെയ്യാണ്ട് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. 2 ആഴ്ച വർക്ക് ഫ്രം ഹോം എടുത്തിട്ടുണ്ട്. എന്നായാലും നിന്റെ ഭാഗ്യടി. അതെന്നെ എൽസിക്കുട്ടി? നിന്റെ ഫേവറേറ്റ് ഐറ്റമാ ഇന്നുണ്ടാക്കിയിരിക്കുന്നത്. क्या? ചേമ്പ് പുഴുങ്ങിയതും മത്തിക്കറി. सब बाहर आएगा. अब खाना सुन के भी उल्टियां आ रही हैं. अरे यार फिगर आउट कर ले तो फिर. हाँ, എന്നതാണേ, എന്നാ പറ്റി? അല്ലത് ട്രെയിനിൽ രാവിലെ ഒരു വട കഴിച്ചു. അപ്പത്തൊരു തുടങ്ങിയതാ കഴിക്കണ്ട. നിനക്ക് എന്നാത്തിന്റെ കേടാ? ഞാൻ പറഞ്ഞിട്ടില്ലേ ട്രെയിനിൽ നിന്നൊന്നും കഴിക്കരുത്. वो झूठ भी कितने बेकार तरीके से बोल रही है. എടാ, എന്നതേലും ഒന്ന് പറ കുര്യച്ച. കാര്യം ശരിയാ, അവൾക്ക് കല്യാണപ്രായം. അത് നിന്റെ അടുത്തേക്കാണെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം. കൂടുതൽ അന്വേഷിക്കാനൊന്നുമില്ല, നമ്മൾ അത്ര അടുത്ത വീട്ടുകാർ. പക്ഷെ എൻ്റെ പൊന്നു ജോണെ, ഇപ്പോഴത്തെ പിള്ളേരുടെ മനസ്സിരിപ്പ് എന്നാണെന്ന് ദൈവം തമ്പുരാന് പോലും അറിയത്തില്ല. दोनों agreed है. തവണ ഒരു ആലോചനയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല, അവള് ചാടിക്കേറി എന്നെ തിന്നാൻ തുടങ്ങി. കല്യാണം വേണ്ട എന്ന് പറഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ടും കാലം കുറയായി. എടാ, അന്നമ്മ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കേട്ടപ്പോ എനിക്ക് കൊള്ളാമെന്ന് തോന്നി. വെച്ച് താമസിപ്പിക്കേണ്ടെന്ന് വെച്ച് ഞാൻ ഇപ്പം നിന്നോട് എടാ, പറഞ്ഞു. അത് ഹേയ്, വീട്ടിൽ ചെന്ന്
ഭാര്യയായിട്ടൊന്ന് ഡിസ്കസ് അല്ല, ചെയ്യും. ഓക്കെ ആണെങ്കിൽ നീ തന്നെ അടുത്തൊന്ന് പ്രസന്റ് ചെയ്ത് നോക്ക്. ഇവിടെ അവള് നോ പറഞ്ഞാൽ നമുക്ക് ഇത് അവിടെ വെച്ച് അങ്ങ് വിട്ടേക്കാം. चलो बोलेगी नहीं वो. കൂടുതലൊന്നും ആലോചിക്കണ്ട, നമുക്ക് രണ്ടെണ്ണം അടിച്ചേച്ച് ബാക്കി പരിപാടി നോക്കാം. മോനെ ഡാ 2 ചെടി ലാർജാടാ. बेचारे को पता भी नहीं सब सेटिंग हो रखी है. നിങ്ങൾ കാര്യം പറ മനുഷ്യ. ഇടി അങ്ങനെ പറയാനൊന്നുമില്ല. കാര്യം ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവൻ്റെ മോന്തയിൽ വലിയ മുഖപ്രസാദമൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ അവനെ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. അതെന്നാ എന്നതേലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. പിന്നെ പണ്ട് നിന്നെ പെണ്ണ് ചോദിച്ച് നിന്റെ വീട്ടിൽ അവൻ വന്നപ്പോ നിന്റെ അപ്പൻ എന്നാ ഇത് പട്ടി അഴിച്ചു വിട്ടു അല്ലേ? അപ്പൊ അവന്റെ മോളെ ഇങ്ങോട്ട് കെട്ടിച്ചു വിടാൻ അവന് താല്പര്യം കാണത്തില്ല. അതിന് അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. खतरनाक बाप थे उनके यार. പിന്നെ ഇവനെ താല്പര്യം കാണത്തില്ല. ഇവൻ അവനെ കാണുമ്പോ വെറുപ്പിക്കലായിരുന്നു. എടാ ഇത്ര ഏടാ കൂടെ ഒക്കെ ഒപ്പിച്ചു വെച്ചിട്ട് നീ എന്തിനാടാ എപ്പോ കണ്ടാലും അയാളുടെ നെഞ്ചത്തോട്ട് കയറും? അതിപ്പോ ഞാൻ അറിഞ്ഞു ഇതെല്ലാം കൂടെ ഇങ്ങനെ വരും. എങ്ങനെ ആ ഞാനൊന്നും പറയുന്നില്ല. എന്തായാലും കുര്യൻ മോളെടുത്ത് കാര്യങ്ങൾ പറയാനുള്ള സെറ്റപ്പ് വരെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അവൾ നോ പറയില്ലല്ലോ. അതോടെ തീരുന്ന പ്രശ്നമേ ഉള്ളെന്നാ എനിക്ക് തോന്നുന്നത്. वो नाना कर दे. എടാ അവള് നോ പറയില്ലല്ലോ അല്ലേ? कम ऑन अब तो नो कैसे करेगी? अब कैसे അല്ല പറയാൻ പറ്റില്ല. അവൾക്ക് 2 ദിവസം ആലോചിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ട്. ജീവിതകാലം മുഴുവൻ ഇവന്റെ കൂടെ കഴിയേണ്ട കാര്യമല്ലേ? सही बात है. ഒരുമാതിരി കുടത്തിനകത്ത് തല പോയ പട്ടിയുടെ അവസ്ഥയായിട്ട് എന്നും പറഞ്ഞു ഇങ്ങനെ പറ്റിയ അവസ്ഥ തന്നെയല്ലേ എനിക്കും പറ്റിയോ? കണ്ടോ അവന്റെ പോക്ക് കണ്ടോ? എന്തിനാ കുര്യനെ കുറ്റം പറയുന്നത്? എനിക്കൊരു മോളുണ്ടെങ്കിൽ ഇവന് ഞാൻ കെട്ടിച്ചു കൊടുക്കുന്നത്. എന്ന വെറും തെണ്ടി. अपने ही बेटे थे मेरी बेटी शादी എന്തിനാ क्या ഇത്ര വിഷമിച്ച് ആലോചിക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. ओ वाओ ഇത് നല്ല ആലോചന. ये कैसे चावल आए? അന്ന് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു ऐसा कौन सा टूल आता है? ചുറുചുറുക്കും ഒക്കെ ഉണ്ട്. പിന്നെ कोरिया से import നാട്ടിൽ किया വേറെ है. ആരും ഇല്ലാത്ത പോലെയാ. എൽസി ഞാൻ പറഞ്ഞല്ലേ, ഇനി പിന്നെയും ഞാൻ പറയണോ? അല്ല നീ എന്തിനാ അവന് വക്കാലത്ത് പറയണെന്ന് എനിക്ക് മനസ്സിലാകത്തെ. നാട്ടിൽ വേറെ ചക്കന്മാരില്ലേ? നമ്മുടെ സഭയിൽ വേറെ ആരുണ്ടെന്ന് ഇച്ചായി നീ പറയുന്നേ? ഇഷ്ടം പോലെയുണ്ട്. ആഹാ എന്നാ ഇച്ചായി ഒരാളുടെ പേര് പറഞ്ഞേ. നമ്മുടെ മറ്റേ കാലേക്കുഴി ജോസിന്റെ മോൻ അവൻ സ്മാർട്ട് അല്ലേ? നീ പറഞ്ഞ പോലെ നല്ല ചുറിയുറുക്കുണ്ട്. ആ ചുറുചുറുക്കൊക്കെ ഉണ്ട്. അവനെ ബാംഗ്ലൂരിൽ ഏതോ പെങ്കൊച്ചിന്റെ കൂടെ ലിവിങ് ടുഗദർ ആണെന്നാ കേട്ടെ. ओ അതെങ്ങനെ നീ अपनी बेटी के बारे में नहीं सुना? ഇവിടെ ഇരുന്നാ മതി, എല്ലാ കാര്യവും ഞാൻ അറിയും. अच्छा വേണ്ട, വേറെ ആളുകളില്ലേ? ആലോചന ഞാൻ കൊണ്ടുവരും. എന്റെ ചായ എനിക്ക് തോന്നുന്നു ഇതൊരു നല്ല കാര്യമായിട്ടാ. ആ ചെക്കനൊരു തമാശ പറഞ്ഞു എന്ന് വെച്ച് ഇത്ര നല്ലൊരു ബന്ധം നമ്മൾ വേണ്ടാന്ന് വെക്കണോ? ഇച്ചായനെ ഇത് അവളുടെ അടുത്തൊന്ന് ചോദിച്ചേ. അവൾക്ക് ഓക്കെ ആണെങ്കിൽ മതിയല്ലോ. പറയാൻ കണ്ടൊരു തമാശ. അവൻ എന്നാ അന്ന് പറഞ്ഞത്? കക്കൂസ് കഴിയുന്ന കമ്പനി എന്നല്ലേ? എന്റെ എൽസി ഇനി ഇതിന്മേൽ ഡിസ്കഷൻ ഇല്ല. അവൻ പെണ്ണാലോചിച്ച് വന്നേക്കണു. ഇതിൽ ഇനി അവളോട് ചോദിച്ച അഭിപ്രായം അറിയേണ്ട കാര്യമൊന്നുമില്ല. അവൾ അന്നേ പറഞ്ഞ അവനൊരു എല്ല് കൂടുതലാണ്. ഞാൻ ഇപ്പൊ തന്നെ വിളിച്ച് നോ എന്ന് പറയാൻ പോവാ. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവില്ല. നിങ്ങൾ എന്നാന്ന് വെച്ചാ ചെയ്യും. ये तो यहीं से मना हो रहा है. अब ओ इसको तो नाक कर ही नहीं सकते. यस वो दिन भी क्या दिन थे. ഹലോ, ജോണിച്ചായൻ കുളിക്കുവാ. എന്നതായി അവിടുത്തെ കാര്യം? ഇവിടുത്തെ കാര്യം പുട്ടുണ്ടാക്കോ? പുട്ട ആണോ? ഇവിടെയും പുട്ട. ഓ ആണോ? എന്തായി ഇന്നലെ പറഞ്ഞ കാര്യം? ഏ? ആ, ജോണിച്ചായൻ ഇന്നലെ പറഞ്ഞല്ലോ. हाँ മോളോട് ചോദിച്ചോ? ഇല്ല, ഞാനും എൽസിയും ഇങ്ങനെ പറഞ്ഞു നിൽക്കുമായിരുന്നു. ഞാൻ അപ്പോഴേ ഇച്ചായനോട് പറഞ്ഞതാ നിങ്ങൾക്കിത് കേട്ടാ വലിയ സന്തോഷാവുമെന്ന്. चलो ഏതായാലും ജോണിച്ചായൻ ഇറങ്ങുമ്പോ ഞാൻ വിളിക്കാൻ പറയാം. മോളോട് ചോദിച്ചിട്ടൊന്ന് വിളിക്കണേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. अरे उसको मना ही नहीं कर सकते भाई. वीक पॉइंट है वो. बचपन का प्यार है वो. ഇനി ഇവളോട് എന്ത് പറയും? ये बीवी सोचते कि मेरी क्या इंपॉर्टेंस है. मैं इतना बोली माना नहीं. क्रश से बात हो गई. പറഞ്ഞോ? അല്ല, അത് പിന്നെ अलग ही स्माइल है देख ഞാൻ फेस पे. ഒന്നുകൂടെ ആലോചിച്ചപ്പോഴേ Another thought. അവളുടെ അടുത്തോടെ ഒന്ന് ചോദിക്കാം. അവൾ ഏതായാലും ഇല്ലാന്നേ പറയുള്ളൂ. അപ്പോ നമുക്ക് പറയാനൊരു കാര്യമായില്ലോ. मोहब्बत होती है. അത് തന്നെയല്ലേ ഞാനും നേരത്തെ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവാഞ്ഞത് ഇപ്പൊ ആര് പറഞ്ഞപ്പോ തലേ കേറി. Crush. ഞാൻ ആ ഇന്നും പുട്ടാണോ?
पुट्टू अगेन, ये राइस से कुछ बनता है लग रहा है, हम गूगल करेंगे. നീ ചോദിക്കേ പുട്ടു. എന്നതാ രണ്ടുപേരും കൂടെ ഒന്ന് പെറുപിറുക്കുന്നത്? വേറെന്താ, എല്ലാം നിന്റെ കല്യാണക്കാരൻ തന്നെയാ. ഓ, തുടങ്ങിയോ? ഇത് എത്ര കാലമായി? എത്ര കാലമായി വെച്ചാ ഞങ്ങൾക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ ആലോചിക്കാൻ? ഇനിയിപ്പോ നിങ്ങൾ ആലോചിച്ച് തലപ്പുണ്ടാക്കണ്ട. അപ്പം പറ, ഞാൻ എന്നാ വേണം? എന്നാ വേണമെന്ന് പറഞ്ഞാ നീ ഒരു കല്യാണത്തിന് സമ്മതിക്കണം. ഓക്കേ, സമ്മതിച്ചിരിക്കുന്നു. പോരെ? ഏ Agreed. एकदम. एक्टिंग बहुत अच्छी करती हो. എന്ന് വെച്ചാ എന്ന് വെച്ചാ ഞാൻ കല്യാണത്തിന് റെഡിയാണെന്ന്. चलो. നീ പറ, ഞാൻ ഏത് കോന്തനെയാണ് കെട്ടേണ്ടത്? ആ, ഒരാലോചന വന്നിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെയാണ് ഒരു കാര്യം പറയേണ്ടത്. അത് പിന്നെ മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അതെന്നാ പറ്റി? അല്ല, ചെറുക്കന്റെ പ്രൊഫഷൻ നിനക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. एडवर्टाइजिंग में. അഡ്വർടൈസിങ്. ഓ, അപ്പൊ ഇനി എന്തായാലും ഇതും കൊണ്ടേ വരുമെന്ന് എനിക്കറിയാം. ഇനിയിപ്പൊ ഞാനായിട്ട് എതിർത്തിട്ട് കാര്യമില്ലല്ലോ. कर ही लेती हूँ. അഡ്വർടൈസിങ് എങ്കിൽ അഡ്വർടൈസിങ്. चलो, ठीक है, अब इतना बोल रहे हो तो फिर. आप भी खुश रहो. അല്ല, നീയല്ലേ പറഞ്ഞത് പരസ്യക്കാർക്ക് രഹസ്യം സൂക്ഷിക്കാൻ അറിയത്തില്ല എന്ന്? അത് പിന്നെ അന്ന് അപ്പം പറഞ്ഞത് ശരിയാ. രാവിലെ എണീറ്റ് പല്ല് തേക്കാൻ ബ്രഷ് എടുക്കുമ്പോൾ മുതൽ തലയിൽ തേക്കുന്ന ഷാമ്പു വരെ, എന്തിന് ഈ പുട്ടുപൊടി വരെ പരസ്യക്കാർ പറയുന്ന പോലെയല്ല കാര്യങ്ങൾ. അപ്പം അപ്പം പറഞ്ഞത് ശരിയാന്ന് എനിക്ക് തോന്നി. ഇനി ഞാനായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ओहो. പ്രൊഫഷനൊക്കെ, പക്ഷേ ചെറുക്കൻ ആരാണെന്ന് അറിഞ്ഞാ നീ സമ്മതിക്കുമെന്ന സംശയം. बताओ. अरे ലവനെ, ഒരു എല്ലു കൂടുതലാ. നിങ്ങൾ കാര്യം പറ മനുഷ്യ. അതാരാ? ഓ, നമ്മുടെ യോണിന്റെ മകൻ ഈശോ. ईशो. अरे गलत टाइम पे हो गई वॉमिट. अरे കണ്ടോ, यार. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അവന്റെ പേര് കേട്ടപ്പോഴേ അവക്ക് ഓക്കാനിക്കാൻ Oh no. എന്റെ കൊച്ച്. Yes, ईशो. ईशो, डन डन. ഇനിയിപ്പോ ഞാൻ എതിർത്തിട്ട് വേണ്ടെന്ന് വെക്കണ്ട. ഈശോ എങ്കിൽ ഈശോ. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. क्या? എനിക്ക് പെട്ടെന്നൊന്നും കല്യാണം വേണ്ട. तो ഒരു 1-2 ആഴ്ച കഴിഞ്ഞിട്ട് മതി. എന്നതാ? वीक और 1-2 ആഴ്ചയോ? ये इनडायरेक्टली बता रही है कि इतना जल्दी करो. हाँ. ശ്ശോ, എല്ലാം ഈശോയുടെ ഒരു പ്ലാനാ. ഏ? അല്ല, കല്യാണമേ വേണ്ടാന്ന് പറഞ്ഞ കൊച്ച ഇപ്പൊ പറയുന്നു 2 ആഴ്ച കഴിഞ്ഞ് മതിയെന്ന്. എല്ലാം ഈശോയുടെ ഒരു പ്ലാനാ, അല്ലാണ്ട് പിന്നെന്താ? एक्चुअली ईशो के पापा का प्लान है. ഓ, ആ ഈശോ. സോറി ഈശോ. ईशो. ആ, എന്നിട്ട് എന്നാ പറഞ്ഞെന്ന് പറ കുര്യ. മോളോട് ഞാൻ കാര്യം അവതരിപ്പിച്ചു. ആ. ഞാൻ വിചാരിച്ച പോലെ അവൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ സത്യം പറയാവല്ലോ ജോണേ, പ്രശ്നം അവക്കല്ല, എനിക്കാ. അതെന്നാ? ഡാ, എൻ്റെ അപ്പൻ കഷ്ടപ്പെട്ട് നടന്ന് സൈക്കിൾ ചവിട്ടിയും മരണവീടുകൾ കയറി ഇറങ്ങി ചരമകോളം പിടിച്ചുണ്ടാക്കിയ പരസ്യക്കമ്പനിയാണ് വാ. ഇന്ന് എന്നെ കൊണ്ടാവുന്ന പോലും ഞാൻ ഈ നിലയിൽ എത്തിച്ചത്. എൻ്റെ മരണശേഷവും ഈ കമ്പനി നിലനിന്ന് കാണണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. മോള് എഞ്ചിനീയറിംഗ് IT എന്നൊക്കെ പറഞ്ഞ് വേറെ വഴിക്ക് പോയി. അതുകൊണ്ട് അവളെ കെട്ടിക്കൊണ്ട് വൈ കർത്താ. ഈ കമ്പനി നോക്കി നടത്താനുള്ള പ്രാപ്തിയും താല്പര്യമുള്ള ഒരാളായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. കുര്യ, നീ ആ പറഞ്ഞ ന്യായം എനിക്ക് മനസ്സിലായി. നമ്മുടെ അപ്പനപ്പൂപ്പന്മാരെ ഉണ്ടാക്കി വെച്ചതൊന്നും അന്യാധീനപ്പെട്ടു പോയത്. അത് നമ്മുടെ ആഗ്രഹം കൂടാ. ഈ കല്യാണം നടന്ന പിറ്റേ ദിവസം അവൻ അവന്റെ ബാംഗ്ലൂരിലെ ജോലി രാജിവെച്ചേച്ച് നിന്റെ കമ്പനി വന്ന് ജോയിൻ ചെയ്യും. പിന്നെ നിന്റെ പരസ്യ കമ്പനി അവൻ നോക്കി നടത്തും. എന്ന് പറഞ്ഞാ അത് അവനും കൂടെ സമ്മതിക്കണ്ടേ? എടാ, അന്നമ്മ അവനെ പ്രസവിക്കുമ്പോൾ എനിക്ക് 24 വയസ്സാണ്. അന്ന് മുതൽ ഇന്ന് വരെ അവന്റെ അപ്പനേക്കാൾ കൂടുതൽ ഞാൻ അവന്റെ ചേട്ടനായിട്ടുണ്ട്. क्या बात. അതിനേക്കാൾ കൂടുതൽ ഞാൻ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുണ്ട്. Yes. ഈ കാര്യം ഞാൻ അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കും. वाह, दोस्त बोला है, दोस्त. बढ़िया. കാറ്റാടി ജോണിന്റെ വാക്കാ. ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പാണോന്ന് വെച്ചാ ഉറപ്പ്. എന്നാ ഏറ്റവും അടുത്ത ദിവസം നോക്കി നിങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് വാ. चलो. നമുക്ക് വേറെ ആരോടും Confirm. ആലോചിക്കാനൊന്നുമില്ല. Yes. ഇവിടെ അടുത്ത ദിവസം എന്ന് പറഞ്ഞാ നാളെ ആവാം. ഏ? ആ, നാളെ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് വരും. कलिया. ഇത്തരം നല്ല കാര്യങ്ങൾ ചൂടോടങ്ങ് ചെയ്യണം, വെച്ച് താമസിപ്പിക്കരുത്. उनको हो तो रहा लग रहा है. है कि बहुत जल्दी हो रहा बहुत है. फास्ट हो रहा है, हर कोई कर रहा है. वाह, जबरदस्त सीन था. और अब इनका कहीं ना कहीं कल्याणम जो है, शादी जो है
वो फिक्स हो रही है कि हाँ भी इनके आसपास में ही मतलब एक दूसरे से करेंगे। और मेन चीज ये है कि वो अंकल को थोड़ा डाउट हो रहा है, और ये मेरे को लग रहा था मोहनलाल सर को भी ऐसा फील हो रहा था यार इसका थोड़ा सा हम झूठ ही खेल रहे हैं, पर उनको कहीं ना कहीं होता है अब ठीक है, अब क्योंकि दोनों बच्चों के भले के लिए ही हो रहा है, क्योंकि ये वैसे तो नहीं मानते बिल्कुल। हाँ सच में ये सब चीजें बहुत जल्दी जल्दी हो रही है, बट ये बात अच्छा है मैंने इतना इजीली एक्सपेक्ट नहीं किया था ये पूरा प्रोसेस जो हुआ। मुझे लगा बहुत कॉम्प्लिकेशंस आएंगे, क्योंकि स्टार्टिंग में तो बोल ही रहे थे कि मैं नहीं मानूंगा, उससे मैं इंसल्ट करी है, ये हुआ है वो हुआ है, पर इन दी एंड तो वो मान ही गए। ये तो बस आंटी थैंक यू आंटी, बस ये प्यार देखो, प्यार की ताकत देखो क्या क्या करवा लेता है प्यार। भाई वो अन्ना का जो एक फोन आ जाए ना एक बार के लिए तो उसी टाइम तो वो अलग सुर में चले जाते हैं। तो देखेंगे अभी जब मिलने आएंगे तब क्या होगा। तो आप लोगों को ऐसा लगा कमेंट सेक्शन में जरूर बताएगा। तो इसी लाइक करते जाए, कमेंट करते जाए, शेयर करते जाए और सब्सक्राइब करिए। बाय।